ഭക്ഷണം. അതാണ് അതിന്റെ ഉദ്ദേശം. അതിനകത്ത് എന്ത് അതിനകത്ത് എന്ത് ഹറാമാണ് വരുന്നത്? അമ്പലത്തിലുള്ള ഭക്ഷണം എന്താണോ ഹറാം? അവിടെ ഇറച്ചിയിട്ട് കിട്ടുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. എന്ത് ഹറാമാക്കാനിരിക്കുന്നു? അവിടെ ഒന്നും ഹറാമല്ല. ഇനി ഈ ഇസ്ലാമിക നിയമപ്രകാരമോ ക്രൈസ്തവ നിയമപ്രകാരമോ ശബരിമല അയിത്തമാണെന്ന് പറയുന്ന മന്ദബുദ്ധികളോടാണ്. എല്ലാ മതവിഭാഗത്തിലുള്ളവരും പോകുന്ന സ്ഥലമാണത്. എന്തുകൊണ്ടെന്നറിയാം? അവിടെ വാവർ സ്വാമി ഇരിക്കുന്നത് കൊണ്ട് മുസ്ലിംസിന് അങ്ങനെ ഒരു ബെനിഫിറ്റ് എന്ന് പറയാം. അതേസമയം ഈ വെള്ളച്ചൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, അതറിയാമോ? മുൻ കാലഘട്ടങ്ങളിൽ ശബരിമലയിൽ അങ്ങനെ ആളുകൾ പോകാറില്ല, കുത്തൊഴുക്കില്ല. ഇപ്പോഴുള്ള കണക്കൊരു ക്രൗഡില്ല. ഈ ക്രൗഡ് വരാൻ വേണ്ടിയിട്ട് അതിന് സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞുണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ 3 കൂട്ടുകെട്ടുണ്ട് ശബരിമല അയ്യപ്പന്. അയ്യപ്പന്റെ കൂട്ടുകെട്ടിൽ ഒരാളാണ് വാവർ സ്വാമി, അത് മുസ്ലിമാണേ. അടുത്ത് വെള്ളച്ചൻ, അതാരാണ്? ക്രിസ്ത്യാനിയാണ്. അത് ആലപ്പുഴ ഇരിക്കണം, ആർത്തുങ്കൽ പള്ളി, അവിടെ ഇരിക്കുന്നത് വെള്ളച്ചൻ. അവിടെ പോയിട്ടേ അവർ പോവുള്ളൂ. ആ ചടങ്ങുകളുടെ രീതി എനിക്കറിയത്തില്ല, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ട്. ഈ 3 സ്ഥലങ്ങളും സന്ദർശിക്കുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഒരു പിൽഗ്രിമേജ്, ഈ പറയുന്ന രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്ന വ്യക്തികൾ പോകാറുണ്ട്. എല്ലാവരും അവിടെയും പോകും ഇവിടെയും പോകും, അതിനുശേഷം അയ്യപ്പനെയും കാണും എന്നാണ് വെപ്പ്. ഇതാണ് കഥ. അത് മനസ്സിലാക്കാതെ ഇപ്പം ഈ വെള്ളച്ചനെതിരെ ഇപ്പൊ അടുത്ത TG മോഹൻദാസില്ലേ, വിറയൽ വീരൻ, അവൻ ഇരുന്നോണ്ട് പറഞ്ഞു അവിടെ ഇരിക്കുന്ന ശിവലിംഗമാണെന്ന്. വല്ല കാര്യമുണ്ടോ? ശിവലിംഗം ഉള്ളതുകൊണ്ടാണ്. വെള്ളച്ചൻ അവിടെയുണ്ട്, അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ്. അത് അദ്ദേഹത്തിനെയും പോയി വണങ്ങിയ ശേഷം വരണമെന്നാണ് പറയുന്നത്. ഇവരെ ഉടനെ അവിടെ ശിവലിംഗം ഉണ്ടെന്ന് പറഞ്ഞ് തള്ളി അങ്ങോട്ട് ചെന്നപ്പോൾ പഞ്ചായത്തിന് അടി കിട്ടി. മുക്കന്മാരല്ലേ എടുത്ത് അറിഞ്ഞം പറഞ്ഞ് അടി വെച്ച് ഓടിച്ച്, വിറയിൽ വെട്ടൽ വീരനും ഓടിച്ച്. പിന്നെ വെട്ടൽ വീരൻ പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ പറയുന്ന ആരിഫ് കിണ്ണനും രവി അണ്ണനുമാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ യുക്തിവാദികളെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ തെളിഞ്ഞില്ലേ ഓന്റെ യുക്തിവാദം എന്തരാണെന്ന്? അവൻ അത്ര വിവരമേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ്, ഇപ്പൊ ആ ഒരു കുത്തൊഴുക്ക് അങ്ങ് തീർന്നു. ആ വിഭാഗം ശരിക്കും അലർട്ടായി വിജിലന്റായി മാറി. ഇപ്പോഴും ഇസ്ലാമിയരോടെ പോകും. ഇപ്പൊ എന്റെ കുടുംബത്തിൽ പറഞ്ഞാൽ എന്റെ ബ്രദേഴ്സ് ഒക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പോകാറുണ്ട്. അതിലെന്താ കുഴപ്പമിരിക്കുന്നേ? അതുകൊണ്ട് ഇസ്ലാമിയത്ത് മാറി? ഒരിക്കലും ഇല്ല. ബഹുദൈവ ആരാധന തെറ്റാണ്. അവരവിടെ പോകുമ്പോൾ വാവർ സ്വാമി നടയിലേക്ക് അല്ലെങ്കിൽ ആ പറയുന്ന ആ മസ്ജിദിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം സോൾവഡ് ആണ്. പക്ഷെ പോകുന്ന അയ്യപ്പനെ കാണാനാണ്. എല്ലാവരും പോകാറുണ്ട്. ഇതൊക്കെ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുകുത്തുന്ന രീതിയിലേക്ക് എല്ലാം കൊണ്ടുവന്ന് എത്തിച്ചത് തന്നെ ഈ പറയുന്ന തീവ്രതയുള്ള കുറെ വൃത്തികെട്ടവന്മാരാണ്. ഇവൻ പറയുന്ന ആ രീതിയിൽ തീവ്രതയും കൊണ്ട് കിടക്കുന്ന വൃത്തികെട്ടന്മാരെ അഡ്രസ്സ് ചെയ്ത് പറയുമ്പോൾ പൊതുസമൂഹം തിരിച്ചു പറയും എന്നുള്ളതാണ്. അതിനെ സംഘികൾക്കത് സുഖിക്കും. നിങ്ങളുടെ ആചാരപ്രകാരം ഈ അയിത്തം ഉണ്ടല്ലോ, താഴ്ന്ന ജാതിക്കാരോ OBC കാറ്റഗറിയിലുള്ള ഒരു അമ്പലത്തിൽ കയറ്റാൻ പാടില്ലെന്നല്ലേ? നിങ്ങൾ എന്താ അത് അനുഷ്ഠിക്കാത്തെ? അത് പണ്ടല്ലായിരുന്നോ? ഇപ്പൊ ഇല്ലല്ലോ. ഇപ്പൊ നിങ്ങളത് ഓക്കെ ആയില്ലേ? ഇപ്പൊ ഒരു പൊലയ സമുദായത്തിലുള്ള ഒരാളെ നായർ സമുദായത്തിലുള്ള ഒരാൾ വിവാഹം കഴിക്കും, നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. എന്തുകൊണ്ടില്ല? അതൊന്നും അയിത്തല്ലേ? അതും 22 അടി അപ്പുറത്ത്, 12 അടി അപ്പുറത്ത്, 24 അടി അപ്പുറത്ത് ഈ കാറ്റഗറിയിൽ നടത്തിയിരുന്ന മനുഷ്യരല്ലേ? നിങ്ങളുടെ മതാചാര പ്രകാരമാണെങ്കിൽ അത് ഇംപ്ലിമെന്റ് ആക്കണ്ടേ? വേദം പഠിക്കാൻ ബ്രാഹ്മണർക്കല്ലേ അധികാരമുള്ളൂ. വേറെ ആരെങ്കിലും പഠിച്ചാൽ മുരുക്കി ഒഴിക്കണ്ടേ? ഏറ്റവും വലിയ ദൈവം നിങ്ങൾ അംഗീകരിക്കുന്ന ശ്രീരാമനെയാണ്. അദ്ദേഹം തന്നെ പോയില്ലേ ഈ മതം പഠിക്കണം അല്ലെങ്കിൽ തപസ്സിനിരുന്ന ഒരാളെ വെട്ടിക്കൊല്ലാനായിട്ട്?